ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് മഴക്കാലത്ത് കർക്കിടകത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലേഹ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പുറത്ത് നിന്ന് ഒരു മരുന്ന് വരെയെ വാങ്ങുന്നതാണെങ്കിൽ അതിന് 500 റുപ്യ കൊടുക്കണം. ആ 500 റുപ്യക്ക് അതിന് തക്കതായ ഒരു ഗുണനിലവാരം ഉണ്ടോ, അതെങ്ങനെ അവരുണ്ടാക്കിയെന്നൊന്നും നമ്മൾ അറിയില്ല. അപ്പോൾ അതിലും ബെസ്റ്റല്ലേ കുറച്ചൊരു നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, നല്ലൊരു കൂടുതൽ ഹെൽത്തിയായ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അമ്മമാരെ നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഹെൽത്തി ആയത് നമുക്ക് ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അല്ലേ. അപ്പോൾ എന്തെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. 1 കിലോ എള്ള് കഴുകിയിട്ട് ഉണക്കിയിട്ട് വെച്ച 1 കിലോ എള്ള, ഇത് കഴുകി ഉണക്കിയത് ഇന്നലത്തെ വെയിലിന്. പിന്നെ 1 കിലോ നിലക്കടല, 1/4 കിലോ ബദാം, 1/4 കിലോ അണ്ടിപ്പരിപ്പ്, 1/4 കിലോ കറുത്ത മുന്തിരി, 1 കിലോ അവിൽ, നേരിയ അവിലാണ് എടുത്തത്. പിന്നെ 200 ഗ്രാം നെയ്യ്. ഇത് നന്ദിനി ആട്ടാ, മിൽമയല്ല. ഞാൻ മിൽമ ഉപയോഗിക്കാറില്ല, നന്ദിനി ഉപയോഗിക്കൽ. ഇത് നന്ദിനി ശുദ്ധമായ നല്ല നെയ്യത്. പിന്നെ ഇതെന്നു പറഞ്ഞാൽ ഫ്ലാക്സ് സീഡായത്. ഫ്ലാക്സ് സീഡ് ഒമേഗ 3 ഫാറ്റ് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പ്രായമായ സ്ത്രീകൾക്കും എല്ലാം കൊണ്ടും ഒരു ആരോഗ്യ ഗുണങ്ങളുള്ള ഒമേഗ 3 ഫാറ്റ് ധാരാളമായി അടങ്ങിയ ഒരു സാധനം ഇത് ഫ്ലാക്സ് സീഡ്. ഞാൻ ഇത് കഴുകി ഉണക്കി പൊടിച്ചിട്ട് പാക്കറ്റിലാക്കി വെച്ചതാണ്. ഇത് ഞാൻ കുട്ടികൾക്കെല്ലാം രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ 2 സ്പൂൺ ഇട്ടിട്ട് ഞാൻ കലക്കിയിട്ട് കൊടുക്കലുണ്ട്. ഏറ്റവും നല്ല സാധനം ഇത്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കരിഞ്ജീരക ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചത് ഇത്. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർക്കുന്നു. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ശമനമുള്ളതാണ് റസൂൽ പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടി 2 ടീസ്പൂണ് കരിഞ്ജീരകം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം നല്ലൊരു ചട്ടിയിലിട്ടിട്ട് എല്ലാം ഒന്ന് ഉണക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ട് വരുന്നു. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഇത് പനച്ചക്കരയാണ്. ഞാൻ വെല്ലോ പിന്നെ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല, ചക്കരയാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് പനച്ചക്കരയാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഉരുക്കിയിട്ട് അതും കൂടി ചേർക്കുക. ഇതാ എള്ള് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ ഫ്രൈ ആക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസം വെക്കുമ്പോൾ അത് ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ ബദാം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ബദാം ഒന്ന് വറുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മൂന്നാമതായിട്ട് നിലക്കടല കുറച്ച് ഡീപ്പായിട്ട് ഫ്രൈ ആക്കണം. എന്നിട്ട് അതിൻ്റെ മേലെയുള്ള തൊലി അങ്ങ് കളഞ്ഞ് വയ്ക്കാം. ഇനി ഈ കശുവണ്ടും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അവിലാണ്. 1 കിലോ അവിൽ ഈ ചട്ടിയിൽ കൊള്ളൂല. അതുകൊണ്ട് ഞാനിതാ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. അവിൽ നല്ലോണം ഒന്ന് ഫ്രൈ ആട്ടെ. മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഉച്ച നേരത്തെ എൻ്റെ ചോറൊന്നും ആയിട്ടില്ല. എൻ്റെ മോനോട് കുക്കറിൽ ചോറ് വെക്കാൻ പറഞ്ഞിട്ട് ചോറ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഇപ്പം തന്നെ ഇത് മിക്സിയിലിട്ട് പൊടിക്കണമെന്നില്ല, കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നത്. അവിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് കറുത്ത മുന്തിരിങ്ങ, ഉണക്കമുന്തിരി. ഇതിപ്പോൾ അരക്കുന്നുമില്ല വറക്കുന്നൊന്നുമില്ല, ഇതിനെ ഡയറക്റ്റ് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷാംശങ്ങളും അടിച്ചിട്ടാണ് വരുന്നത്.
ഇതൊരിക്കലും ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ കുറച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു ഇളം ചൂട് വെള്ളത്തിൽ പൊതിർത്തി വെക്കുന്ന ഒരു 5 മിനിറ്റ്. എന്നതിൻ്റെ ശേഷം ഞാൻ ഇത് ഉപയോഗിക്കാനെടുക്കും. ആദ്യം നമുക്ക് ഈ അവിലൊന്ന് പൊടിച്ചിട്ട് വരാം. ഒരു ഉണങ്ങിയ ജാറിലിട്ടിട്ട് അവിൽ പൊടിക്കാം. ഇത് അവിൽ മുഴുവനായി പൊടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ ബദാം പരിപ്പും കൂടി ഇട്ടിട്ട് പൊടിക്കാം. ഈ ബദാം പരിപ്പിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ടും കൂടി ഇട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അത് വേറെ വേറെ ഒന്നിച്ച് പൊടിച്ചാലും മതി. ഇത് അണ്ടിപ്പരിപ്പ് പിന്നെ ബദാം പൊടിച്ചത് മൊത്തമായിട്ട്. ഇനി നമുക്ക് ഇതേ ജാറിൽ പിന്നെ നിലക്കടല ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നിലക്കടല ഞാൻ അധികം നൈസായി പൊടിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. കടിക്കാൻ കിട്ടുന്ന പോലെ ക്രഷ് ചെയ്തിട്ടെടുത്ത് വറുത്ത നിലക്കടല കേട്ടോ, തൊലി കളഞ്ഞിട്ട് പൊടിച്ചെടുത്ത്. ഇനി നമുക്ക് ഇതേ ജാറിൽ ഇതാ ഈ എള്ളും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. എള്ളും അധികമായിട്ട് പൊടിയുണ്ടായില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതാ അതേ ജാറിൽ എള്ളും ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. കൂടുതലായി പൊടിച്ചിട്ടില്ല, ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊരു 1.5 തേങ്ങ. ഇനി ഈ തേങ്ങ ഇതേ ജാറിൽ, ഈ പൊടിച്ച ഇതേ ജാറിൽ തന്നെ നമുക്കിട്ടിട്ട് ഇതിൻ്റെ മുമ്പാലും പിമ്പാലും എടുത്തിട്ടൊന്ന് മാറ്റിയിട്ട് വരാം. നമുക്ക് ഈ ചക്കര ഒന്ന് 2 ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതാ മുന്തിരിങ്ങ ഡ്രൈ പിന്നെ ഉണക്ക മുന്തിരിങ്ങ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ വെച്ച് കുതിർത്തി വെച്ചിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ ഇത് 1-ാം പാൽ, 2 തേങ്ങൻ്റെ 1-ാം പാൽ, ഇത് 2-ാം പാൽ. അപ്പോൾ എല്ലാ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കുക വേണ്ടു. ഒരു അരിപ്പ വെച്ചിട്ട് ഈ ചക്കര പാനിയും നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ എന്തെങ്കിലും കച്ചറെല്ലാം ഉണ്ടാവും. ഈ ശർക്കര പാനിൻ്റെ കൂടെ നമുക്ക് ഇനി എടുത്ത് വെച്ച 2-ാം പാലും കൂടി പറഞ്ഞു കൊടുക്കുക. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി വറുത്ത് പൊടിച്ച് വെച്ച വെള്ളി ചേർത്ത് കൊടുക്കുക ആദ്യമായിട്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ച അവിലൊന്ന് ചേർത്ത് കൊടുക്കണം. അവിലൊന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. അവിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ സിമ്മിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതാ തേങ്ങാപ്പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അകത്ത് പൊടിച്ച് ക്രഷ് ചെയ്ത് വെച്ച് വറുത്ത് പൊടിച്ച് നിലക്കടല ചേർത്ത് കൊടുക്കുക. ഇനി അത് വറ്റി വരും. പിന്നെ നമുക്ക് ഈ ക്രഷ് ചെയ്ത് പൊടിച്ച് വെച്ച് അണ്ടിപ്പരിപ്പും ബദവും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ വൃത്തിയാക്കി കഴുകി വെച്ച് പിന്നെ ഉണക്ക മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് കരിഞ്ചീരകം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതാ ഇനി ഒരു ടീസ്പൂണ് ഫ്ലാക്സ് സീഡും കൂടി ചേർക്കുക. 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം നന്ദിനീൻ്റെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. മറിച്ചിടാം.
ഇതാ ഫൈനലായിട്ട് നമ്മൾ കർക്കിടക ലേഹ്യം ആയിട്ടുണ്ട്. എല്ലാ പോഷക ഗുണങ്ങളും സമ്പുഷ്ടമായ നല്ല വൃത്തിക്ക് എല്ലാം കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചെടുത്ത ലേഹ്യമാണ്. നമ്മൾ സാധാരണ പീടികയിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല. അപ്പം എൻ്റെ മോനെ ഇളക്കിക്കൊണ്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ അതൊന്ന് സെറ്റായി വരണം. കുറച്ചൊരു ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ പിന്നെ പൂപ്പൽ വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തിട്ടാണ് പൊടിച്ചത്. അതുകൊണ്ട് പൂപ്പൽ വരില്ല. എത്ര ദിവസം വെച്ചാലും പൂത്തു പോകില്ല. ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പാകത്തിനായി എന്നാണ് അർത്ഥം. കൈക്ക് പറ്റുന്നില്ല. അപ്പം എൻ്റെ മോന് വരുന്ന ആഴ്ച ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ഓനിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. കർക്കിടക ലേഹ്യം കഴിഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞ്. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നമ്മൾ 500 റുപ്യ വില കൊടുത്തിട്ടാണ് പുറത്ത് നിന്ന് നമ്മൾ മരുന്ന് വരെ വാങ്ങുന്നത്. അതിൻ്റെ അകത്ത് നല്ലത് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, എന്തെല്ലാം ചേർത്തണോ, അത് കഴുകിനോ വൃത്തിയാക്കിനോ എന്ന് നമ്മളറിയില്ല. അപ്പോൾ കുറച്ചൊന്ന് കുറച്ച് മെനക്കെടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല വൃത്തിക്ക് തിന്നാം. നല്ല ആരോഗ്യപ്രദമായ നല്ല സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ തനിച്ചാണ്, എനിക്ക് വേറെ ആരും സഹായത്തിനൊന്നുമില്ലാണ്ട് ഞാൻ തനിച്ചുണ്ടാക്കുന്ന സാധനം. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങളെല്ലാം ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം.